ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. അപ്പോൾ നമ്മളിന്ന് ഈ വെബിനാർ കൂടിയതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഹാക്കത്തോണിൻ്റെ ഗുണങ്ങൾ, അത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, ഒരു ഹാക്കത്തോൺ എന്താണെന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായി നിയോണിക്സിൻ്റെ സിഇഒയും ഫൗണ്ടറുമായ അരുൺ ആർ എസ് ചന്ദ്രനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു ഗൗരവ്. ഞാൻ സിഇഒ അല്ല, സിടിഒ ആണ്. ഓക്കെ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, എല്ലാവരും ഇല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും സംസാരിക്കൂ. ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്? ഹാൻഡ് റൈസിങ് ഞാൻ കണ്ട്. സംസാരിച്ചാല് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. എനിക്കധികം സംസാരിക്കാൻ വയ്യാതിരിക്കുക, എന്റെ ഒന്നാമത് തൊണ്ടയൊക്കെ പോയിട്ടിരിക്കുക. ഓക്കെ. ഈ ഹാൻഡ് റൈസ് ചെയ്തവര് സിദ്ധു ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഹാൻഡ് റൈസ് ചെയ്തത്, അതോ അല്ലാതെ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തതാണോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, എന്നാലേ നമുക്കിത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഹലോ ടോണി, ഗുഡ് ഈവനിങ് ടോണി. ടോണി കേൾക്കുന്നില്ലേ? യു ആർ ഓൺ മ്യൂട്ട്. ഹലോ, ഞാൻ ഫോണിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഗുഡ് ഈവനിങ്. ഓക്കെ. ഓക്കെ. സോ നിങ്ങൾ ഇതില് എത്ര പേര് ഓൾറെഡി ഏതെങ്കിലും ഹാക്കത്തോണിന്റെ പാർട്ട് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. When of the day you participated? ധൻവന്ത് എന്നാണോ പേര്? ധൻവന്ത്. ഓക്കെ. ധൻവന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ സാധാരണഗതിയിൽ ഇതുപോലത്തെ ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹാക്കത്തോണൊന്നും അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഓർഗനൈസേഷനുകളൊക്കെ ഹാക്കത്തോൺ സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ബെറ്റർ ഐഡിയാസ് ഒക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. രണ്ട്, ചില ഓർഗനൈസേഷൻസ് റിക്രൂട്ട്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നല്ല ടെക് ക്യാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഹഡിൽ നമ്മൾ ടോപ്പ് 100 കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഡിംഗ് ക്യാമ്പയിൻ തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 48 hours കണ്ടിന്യൂസ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോസ്റ്റ്ലി എല്ലാം വന്നിട്ട് ഒരു ടീം ബേസ്ഡ് ആയിട്ടായിരിക്കും ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സംടൈംസ് അവിടെ ടെക്നോളജി പ്രിഫറൻസ് ഉണ്ടാവും, സംടൈംസ് ടെക്നോളജി പ്രിഫറൻസ് ഉണ്ടായിരിക്കത്തില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാ ഹാക്കത്തോണിലും കോഡ് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഏതെങ്കിലും വഴിയിൽ ഒരു പ്രോട്ടോടൈപ്പ് മാക്സിമം ഏർലി ക്വിക്കായിട്ട് ചെയ്ത് കാണിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന സാധാരണ ഹാക്കത്തോണുകളുടെ എല്ലാത്തിൻ്റെയും ഒരു വേ. അപ്പോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മല്ലു പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് നമുക്ക് അതിന്റെ
ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതായത് ലൈക്ക് ഇപ്പൊ നമ്മള് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു സെഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ വർക്കൗട്ട് ആവത്തില്ല. ലൈക്ക് നമ്മളത് പഠിക്കുന്നവര് വന്ന് പഠിക്കും, ലിസൺ ചെയ്യുന്നവര് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, ഉണ്ടാവാത്തവരുണ്ടാവും. അങ്ങനെ പല രീതിയിൽ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഉപയോഗം ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒരു സെഷനോ ഒരു ക്ലാസ്സോ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ അതിന് പകരം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവരെ എന്തെങ്കിലും ഒരു ടീം ആക്ടിവിറ്റീസിൽ കൂടെ തന്നെ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവരെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനവര് അതായത് എന്താണ് അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുക, അതായത് ഒരു സാധനം ഡെവലപ്പ് ചെയ്ത എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടു പ്രൊവൈഡ് എ ജോബ്, അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എന്താണ് ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ഒരു റഫ് ആയിട്ടൊരു സ്ട്രക്ചർ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലോ ഒക്കെ നമുക്ക് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടെക്നോളജി 1-2 മാസം കൊണ്ട് ഒരു ടീം ആക്ടിവിറ്റി പോലെ, ഒരു കോഡ് ക്യാമ്പ് പോലെ നമ്മൾ ഓൺലൈനിൽ തന്നെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലരും ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് നമ്മൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ അത് പഠിച്ചെടുത്തതിന് ശേഷം മേ ബി സപ്പോസ് നമ്മൾ ഒരു 1 മന്ത് പഠനവും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് മന്തിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റിക്വയർമെന്റ്സ് നമ്മൾ പുറത്തുനിന്നോ അകത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ട്, നമ്മൾ പല മീറ്റപ്പിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ചിലർക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം അങ്ങനെ. സോ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സം സോർട്ട് ഓഫ് ആപ്ലിക്കേഷനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടാക്കുക, ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഒരു ടീം ആക്ടിവിറ്റി ആയിട്ട് എങ്ങനെ നമുക്ക് കൊളാബറേറ്റ് ചെയ്തത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കൊച്ചിയിൽ നടന്ന നമ്മുടെ മീറ്റപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം പലർക്കും ഇപ്പൊ ടോണി ആണ് അത് പറഞ്ഞിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, പലർക്കും ഗിറ്റ് യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല, ഗിറ്റിന്റെ പർപ്പസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ ചില ബേസിക് ആയിട്ടുള്ള ടൂൾസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സ്കിൽസ് ആണ്. നിങ്ങളുടെ ജോബ് സെർച്ചിങ് അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ടൂൾസ് മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരും. അതായത് ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആയിട്ട് വരും. ജസ്റ്റ് കോഡിങ് മാത്രം പഠിക്കാതെ ഇത്തരം ടീം വർക്ക് ആക്ടിവിറ്റീസും കൊളാബറേഷൻ ടൂൾസും ഒക്കെ പഠിച്ചിരുന്നാലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്ത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഹാക്കത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 2 months പ്രോസസ്സാണ്. ഈ സെക്കൻഡ് മന്തിൽ നമ്മൾ ഒരു 4-5 ടീംസ് മാത്രം ഒരുമിച്ച് വന്ന് നമ്മൾ ഒരു 48 hours അല്ലെങ്കിൽ ഒരു 50 hours-ന്റെ ഒരു ഹാക്കത്തോൺ പ്രോഗ്രാമിംഗ് ആയിട്ട് ഫൈനൽ റൗണ്ട് ഓഫ് ഇതായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുകയും അത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു വെന്യൂവിൽ ഒത്തുകൂടി അവിടെ തന്നെ 2 ദിവസം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അതിന് വേണ്ട പ്രസന്റേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫൈനൽ ഡേയിൽ നമ്മൾ അതൊക്കെ പ്രസന്റ് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഹാക്കത്തോണിൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇനി അവിടെ ഈ ഹാക്കത്തോൺ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹാക്കത്തോണിലേക്ക് എത്ര നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചില കമ്പനികളെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോട്ട് ഫോർ ഹയറിങ്. അപ്പോ ഹയറിങ് ചിലപ്പോൾ ഉണ്ടായേക്കും, ചിലപ്പോൾ ഉണ്ടാകത്തില്ല. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. പിന്നെ കമ്പനികളെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വരികയാണ്, നിങ്ങൾക്ക് അവർക്ക് നിങ്ങളുടെ സർവീസോ നിങ്ങൾ ചെയ്ത വർക്കോ പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല.
സാധ്യതകൾ മേ ബി ഉണ്ടായിരിക്കാം. ബട്ട് അതൊരിക്കലും ഇതിന്റെ പ്രയോറിറ്റി അല്ല. We will also നമ്മൾ എന്താ ട്രൈങ് ടു ഫൈൻഡ് സം സ്പോൺസേഴ്സ് ടു ഓഫർ സം പ്രൈസ് മണി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. കുറച്ച് ആൾക്കാർ കോഡിങ്ങും പ്രൊജക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ടീം വർക്കും ആക്ടിവിറ്റീസും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് അവരുടെ കരിയറിലോ അവരുടെ ജോബ് ഹണ്ടിങ്ങിലോ ഒക്കെ ഹെൽപ്ഫുൾ ആവണം എന്നും വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിഷ്യലി തന്നെ നമ്മൾ കറണ്ട് പ്ലാൻ അനുസരിച്ച് നമ്മൾ വലിയ ടെക്നോളജീസോ വലിയ AI മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലോ വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ പോകുന്നതിന് പകരം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെബ് മൊബൈൽ അതുപോലത്തെ ആപ്ലിക്കേഷൻസ്, വെബ് സർവീസസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് തുടങ്ങിയ മേഖലകളിലുള്ള ഒരു ടീം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ടീമിനെ മീൻസ് ഈ എന്താണ് ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു ടീമിന് ഈ ഒരു സെഗ്മെന്റിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഓരോ ആഴ്ചയും C വീക്ക്, C++ വീക്ക് അങ്ങനെയൊക്കെ നമ്മൾ നല്ല പ്രോഗ്രാമേഴ്സ് ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യുന്ന പോലെ ഗോയിങ് ഫോർവേഡ് നമുക്ക് ഓരോ ഡിഫറെന്റ് ടെക്നോളജി റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഹാക്കത്തോണുകൾ ലേണിംഗ് പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് ഇത്തരം ഹാക്കത്തോണുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ നോർമൽ ഫോർമാറ്റിലുള്ള ഒരു ഹാക്കത്തോൺ മെത്തേഡ് അല്ല നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി കണ്ടിട്ടുള്ള ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഹാക്കത്തോണും അല്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ വി വാണ്ട് യു ടു അഡാപ്റ്റ് എനി പ്ലേസസ്. അപ്പൊ അതുകൊണ്ട് ബേസിക് പ്രോഗ്രാമിംഗ് സ്കിൽസ്, കോഡിംഗ് സ്കിൽസ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഇത് കോഡിംഗ് മാത്രമല്ല, കോഡിംഗ് ഡിസൈൻ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടേതായ ഒരു ടീം ഇവിടെ തന്നെ നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പലരും ഉണ്ടായിരിക്കും. അവരൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒരു ടീമായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി 100-200 പേർക്ക് പുറത്ത് ഈ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എല്ലാവരും ഹാക്കത്തോണിന്റെ ഫൈനൽ ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. ഈ അത് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കമ്പനീസിനെയൊക്കെ നമ്മുടെ ഇവന്റിലേക്ക് വരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും പ്രസന്റ് ചെയ്യാൻ നമുക്ക് അലൗ ചെയ്യാൻ പറ്റത്തില്ല. സോ ദ ബെസ്റ്റ് തിങ്സ് ആണ് നമുക്ക് അവിടെ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ബെസ്റ്റ് ആൾക്കാരെയും ബെസ്റ്റ് തിങ്സും ആണ് ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ ആ കമ്പനീസിലേക്ക് നമുക്ക് ആ പ്രൊഫൈൽസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആയിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാനും ഗൗരവും നമ്മുടെ അഡ്മിൻ പാനലിലും ഒക്കെ ഡിസ്കസ് ചെയ്ത് ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കൺസേൺസോ ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനനുസരിച്ച് എൻ്റെ അറിവിന്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് ആർക്കും ഒന്നും ഇല്ലേ? എല്ലാം ഓക്കെ ആണോ? ഇങ്ങനെ തന്നെ റൺ ചെയ്താൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ചാറ്റ് ബോക്സിൽ സംസാരിക്കാൻ മടിയുള്ളവർ ചാറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാലും മതി.
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടോ, മടിച്ചു നിൽക്കണ്ട. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാക്കത്തോൺ ഒന്നും നടക്കില്ല. അത് വേറൊരു കാര്യമാണ്. സംസാരിക്കാനും മിണ്ടാനൊക്കെ പറ്റാത്തവരെ കൊണ്ട് ഹാക്കത്തോണും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ഈ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത്. അപ്പൊ മേക്ക് ഷുവർ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇത് കണ്ടക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഗ്രൂപ്പ് തിരിക്കും എന്ന് പറഞ്ഞല്ലോ, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഗ്രൂപ്പ് തിരിക്കും എന്നല്ല പറഞ്ഞത്. നമ്മൾ ഒരു ടീം ഫോം ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഒരു ഹാക്കത്തോൺ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെന്താ ഒരു സ്പെസിഫിക് എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിലെന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുകയാണോ, അതോ? അതൊന്നും ഇപ്പോ ആസ് ഓഫ് നൗ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മളിപ്പോ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കിപ്പോ നമ്മൾ പഠിക്കണമല്ലോ. നമ്മൾ പഠിക്കാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇപ്പൊ ഹാക്കത്തോൺ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മളിപ്പോ വേണമെങ്കിൽ നമുക്ക് അടുത്ത 48 hours ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു 20 പേര് വരുന്നു. ഈ 20 പേരും പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്ത് പഠിച്ചിട്ടാണ് അവര് ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോ കറക്റ്റ് ആയിട്ട് ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് സ്ട്രീം ലൈൻ ചെയ്യാനാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ സൊല്യൂഷന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ ടെക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ടെക്നോളജിയാണ് നമ്മൾ ഏരിയ ചൂസ് ചെയ്തിരിക്കുന്നത്. സൊല്യൂഷൻ നമുക്ക് മെയ്ബി നമ്മൾ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു തീം ബേസ് ചെയ്തിട്ടോ അല്ലാതെയോ ഒക്കെ ചെയ്തിരിക്കും. അതിപ്പോ ആസ് ഓഫ് നൗ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ പഠനമൊക്കെ ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അത് നമ്മൾ ഫർദർ ഡിസൈഡ് ചെയ്യുക. ചേട്ടാ, നമ്മുടെ ഈ സാമ്പിള് വല്ലതും ഉണ്ടോ ഇതിന്റെ? എന്റെ അടുത്താണോ ചോദിച്ചേ? അതെ അതെ. ഇല്ല മോനെ, സാമ്പിൾ നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ. നമ്മൾ ഇപ്പൊ മല്ലു പ്രോഗ്രാമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ. അതിന് എങ്ങനെയാണ് നമുക്ക് സാമ്പിൾ ഉണ്ടാവുക? ഹാക്കത്തോൺ എന്താണെന്ന് അറിയില്ലേ? ജസ്റ്റ് ഒരു ഐഡിയ ഉള്ളൂ. ഹാക്കത്തോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. അത് കോഡേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഈ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ടീം ആക്ടിവിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ്, ചിലപ്പോൾ ടീം ആക്ടിവിറ്റി ആയിരിക്കും, ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കും, എന്തെങ്കിലും ഒരു പ്രോബ്ലം എടുത്തിട്ട് ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് സാധാരണഗതിയിൽ സോൾവ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ഓട്ടോമേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി മീറ്റർ, നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഇലക്ട്രിസിറ്റി മീറ്റർ ഇല്ലേ, അതില് ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ ബില്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അവരൊരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാക്കത്തോൺ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഒരു റിക്വയർമെന്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ ഇലക്ട്രിക് മീറ്ററിനുള്ള ഡിഫറെന്റ് സൊല്യൂഷൻസ്. അപ്പൊ ഒരാൾ ഇരുന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരുപാട് ആൾക്കാർ ഡിഫറെന്റ് ആയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ ചിന്തിച്ച് അവർ സൊല്യൂഷൻസ് കൊടുക്കും. സോ അൾട്ടിമേറ്റ്ലി അവർ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൊല്യൂഷൻ കിട്ടുക, ആ സൊല്യൂഷൻ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ആളിന് അവരൊരു പ്രൈസ് മണി കൊടുക്കും. എന്നിട്ട് ആ ഐഡിയ അവർ വർക്ക്ഔട്ട് ചെയ്ത് മേ ബി ലേറ്റർ ഒരു സ്കെയിലബിൾ പ്രോഡക്റ്റ് ആയിട്ട് ചിലപ്പോൾ മാറ്റിയേക്കാം. പിടിയിട്ടോ? മനസ്സിലായി. അതാണ് അവർ ആക്ച്വലി ചെയ്യുന്നത്. അതിന്റെ ഫ്ലോ ഈ അൽഗോരിതം പോലത്തെ എങ്ങനെയാണോ? മിക്കവാറും നമ്മുടെ കേസിൽ നമ്മൾ മിക്കവാറും കോഡിംഗ് ആയിരിക്കും. അത് നമുക്ക് അൽഗോരിതം മാത്രം എഴുതിയത് കൊണ്ട് കാര്യമില്ലല്ലോ ഇവിടെ. ഇപ്പോ നമ്മളിപ്പോ ഈ പറയുന്നത് നമ്മളിപ്പോ ഒരു 2 months കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു സംഭവം റൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 2 months ഇടയ്ക്ക് നമ്മൾ ഈ സ്ട്രീം ലൈൻ ചെയ്ത ടെക്നോളജീസിലൊക്കെ കുറെ പഠിക്കാനും കുറെ പ്രാക്ടീസ് ചെയ്യാനും കുറച്ച് സംഭവങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെറിയ ടോപ്പിക്സ് ആയിട്ട് പഠിച്ച്
ഇതിനെ വർക്കൗട്ട് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളൊരു ടീം വർക്കായിട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. മീൻസ് ഇറ്റ്സ് നോട്ട് വൺ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു ടീം സൊല്യൂഷൻ ആയിട്ടല്ല നമ്മൾ ഇപ്പോൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഏത് ഡൊമൈനാ ഉദ്ദേശിക്കുന്നത്? അതായത് വെബാണോ, പൈതൺ ആണോ, മെഷീൻ ലേണിംഗ് ആണോ, അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? അത് കറന്റ്ലി ഇപ്പൊ നമ്മൾ മെഷീൻ ലേണിംഗ്, പൈത്തൺ അങ്ങനെയുള്ള സെഗ്മെന്റിൽ പോകും. പൈത്തൺ വേണമെങ്കിൽ ചെയ്യാം, വെബ് ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനോ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പൈത്തൺ, ഫ്ലാസ്ക്, APIs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ പ്രിഫറബിളി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ കമ്പനികളോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ കമ്പനീസ് ആർ റെഡി ടു വിസിറ്റ്, ആ കമ്പനികൾക്ക് ആവശ്യമുള്ള ടെക്നോളജി സ്റ്റാക്കിൽ ഉള്ള ആൾക്കാർ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെബ് ആണെന്നുണ്ടെങ്കിൽ റിയാക്ട്, ആംഗുലർ, Vue.js ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും. ഇപ്പൊ ബാക്ക് എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ, ജാവ, Node.js, Express.js ഇതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഈ ഒരു വെബ്, മൊബൈൽ ആ ഒരു സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്യാനാണ് ഫസ്റ്റ് റൗണ്ടിൽ, ഫസ്റ്റ് ഈ ഹാക്കത്തോണിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൺസിഡറബിളി എളുപ്പമുള്ള കാര്യമായതുകൊണ്ടാണ്. ഇപ്പൊ React.js പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്ക് എൻഡ് പോലും വേണ്ട, നമുക്ക് ഈ ഫയർബേസ് ഒക്കെ ഉണ്ട്, ഫയർബേസ് ഒക്കെ വെച്ചിട്ട് പിന്നെ എന്തോ എയർ ടേബിളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡേറ്റാബേസ് ഡിസൈൻ ഒന്നും പഠിക്കാതെ പോലും നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ എനിക്ക് React.js അറിയാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് ഞാൻ React.js ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് റൺ ചെയ്ത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്ന് മറ്റൊരാളിനോട് പറയുന്നത്. അല്ലേ, ശരിയല്ലേ? അതെ. എനിക്ക് അറിയാം എന്ന് പറയുന്നത് വേറെ, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വേറെ. അപ്പൊ ആ ഒരു പർപ്പസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആദ്യമേ തന്നെ നമ്മൾ മീൻസ് ഞാൻ അക്നോളജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആദ്യമേ തന്നെ ഡാറ്റ സയൻസ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഏതിലാണ്, എത്ര കൂടുതലാണ് ഉള്ളത് എന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ നമ്മൾ പഠിക്കാൻ എളുപ്പമുള്ള ഒരു സാധനം ക്വിക്കായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഷോർട്ട് ടൈം സ്പാനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ രാവിലെ ഒരു ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തുതരാം. ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ AI നമ്മൾ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എൻ ഇയർ ഓഫ് ടാസ്ക് ആണ്. നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബേസിക്സ് അറിഞ്ഞിരിക്കണം, മാത്തമാറ്റിക്സ് ബേസിക്സ് അറിഞ്ഞിരിക്കണം, പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്, പിന്നെ ഈ മോഡൽസ് മനസ്സിലാക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് AI സിസ്റ്റംസിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുക, അത് പഠിക്കുക, അതിനെ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകളായിട്ടോ APIs ആയിട്ടോ ഒക്കെ കണക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന്റെ സ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും നമുക്ക് പഠിക്കാൻ ഒരു മിനിമം 1 to 2 months, ലൈക്ക് 30 days to 60 days ഓഫ് ടൈം ഫ്രെയിം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ തറോ ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ട് നേരെ ഞാൻ നാളെ മുതൽ AI എഞ്ചിനീയർ ആണെന്നുള്ള രീതിയിൽ എനിക്ക് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, പെട്ടെന്ന് എനിക്ക് തീർക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല, അവരുടെ ഉദ്ദേശം കോഡിങ് പഠിക്കുക, അല്ലെങ്കിൽ കോഡിങ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാക്കത്തോൺ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചു, എനിക്ക് എൻ്റെ കയ്യിൽ കുറെ ആയുധങ്ങളുണ്ട്, ഈ ആയുധങ്ങളൊന്നും എനിക്ക് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പൊ എനിക്കൊരു കാര്യം ഞാൻ പഠിക്കുകയും ചെയ്തു, അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ ആപ്ലിക്കബിലിറ്റീസ് മനസ്സിലാവും. ഞാൻ ഈ ഒരു ടെക്നോളജിയും ഈ ഒരു സാധനങ്ങളൊക്കെ എവിടെയൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ബേസിക്കലി ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സെയിം തിങ്സ് ലൈക്ക് അതായത് there is something called learn and do.
Okay, then someone else will do like do and learn. So ഞാൻ ഇൻ ദ സെക്കൻഡ് സെഗ്മെന്റിലുള്ള ആളാണ്. ഞാൻ ഒരു സാധനം ചെയ്ത് പഠിക്കുന്ന ആളാണ്, അല്ലാതെ പഠിച്ചിട്ട് പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളല്ല. അപ്പൊ എന്നാൽ ആദ്യത്തെ മെത്തേഡ് തെറ്റാണെന്ന് ഞാൻ പറയില്ല. നമ്മൾ ബേസിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡു ആൻഡ് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കേസ് ഉണ്ടാവുകയും ആ ഒരു കേസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു സ്റ്റഡി മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് അതിനൊരു എൻഡില് വരുമ്പോൾ നമുക്ക് ഒരു ഹാക്കത്തോൺ പോലെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അത്രയും നാൾ ചെയ്ത വർക്കിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് വുഡ് ബി ബെനിഫിഷ്യൽ ഫോർ എവ്രി വൺ ഹു പാർട്ടിസിപ്പേറ്റ്. അപ്പൊ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കോഡിംഗ് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു ജോലിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നിങ്ങളൊരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തു, അത് നിങ്ങൾക്ക് മറ്റൊരാളിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാളിന് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡീമെറിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കരിയറിൽ ഒരുപാട് നാള് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് ഈ ജോലി മൊത്തം പ്രഷർ ആണല്ലോ, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോലി നിർത്തി ഇറങ്ങിപ്പോകും. അതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ പ്രൊഫഷണൽ ആയിട്ട് മാറുക എന്നുള്ള ഒരു പ്ലാൻ ആണ് നമ്മൾ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. ഹോപ്പ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റഫീഖ് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. അതിനു മുന്നേ ഒരാള് അസ്കർ വി എ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രീ റിക്വസൈറ്റ്സ് ഉണ്ടോന്ന്. പ്രീ റിക്വസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് അല്പം സ്വല്പം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, കുറച്ച് സെൽഫ് കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യുക, ബേസിക്സ് ഓഫ് ദ പ്രോഗ്രാമിംഗ്, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ബേസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന ലൂപ്പ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ഒരു പ്രോഗ്രാമിംഗിൽ എന്തൊക്കെ സാധനങ്ങൾ വരാം എന്നുള്ള ബേസിക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അൽഗരിതംസ് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പൊ നമുക്ക് അത് പഠിക്കാൻ എളുപ്പമാവും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാവും. ഓക്കെ, ഇനി ആൽഫ്രഡ് തോമസ് ചോദിച്ചത് ഈ 2 മന്ത് അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൽഫ്രഡ്, ഞാൻ നേരത്തെ മറുപടി പറഞ്ഞതിൽ അത് ഉണ്ടായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന്, അതായത് ഞാനോ ഗൗരവോ അല്ലെങ്കിൽ മല്ല പ്രോഗ്രാമേഴ്സിന്റെ അഡ്മിൻ പാനലിൽ ഇരിക്കുന്നവരോ ആയിട്ട് പ്ലാൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഹാക്കത്തോണിന്റെ ടീമായിട്ട് ഫോം ആയി കഴിയുമ്പോൾ നമുക്കത് ഓർഗനൈസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യാം. സോ മേ ബി സം പീപ്പിൾ വുഡ് പ്രിഫർ ഞാൻ ബാക്ക് എൻഡ് ഫോക്കസ് ചെയ്യാം. ശരി, ബാക്ക് എൻഡ് ഫോക്കസ് ചെയ്യുന്നവർക്ക് അങ്ങനെ അത് മാത്രം പഠിപ്പിക്കുന്ന സെഷൻസും അല്ലെങ്കിൽ അത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്യൂട്ടോറിയൽസും ഡോക്യുമെന്റ്സും ഒക്കെ ഷെയർ ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അവർക്ക് കൊടുക്കും. അപ്പൊ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളിൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബേബി സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. ആ ബേബി സ്റ്റെപ്സിൽ കൂടെ അവർക്ക് ഒരു കോൺഫിഡൻസ് നേടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡിൽ, ഇപ്പൊ ഫ്രണ്ട് എൻഡിൽ ചെറിയ ഡിസൈൻസ്, ചെറിയ ഇന്റഗ്രേഷൻസ്, API ഇന്റഗ്രേഷൻസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് APIs ആണ് നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ എന്താ, എപ്പോഴും ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ടീച്ച് ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാതിരിക്കുക. ലൈക്ക് നമ്മൾ തന്നെ പഠിക്കുകയും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പരസ്പരം ഒരു ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ നമുക്കതിനെ പ്ലാൻ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ അതിനകത്ത് വിഷൻ ചെയ്യുന്നത്. അപ്പൊ സെൽഫ് ലേണിംഗ് എന്നുള്ളതല്ല, സെൽഫ് ലേണിങ്ങിനും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് മറ്റൊരാളിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ഐ ക്യാൻ ജോയിൻ ഇൻ ദ കോൾ. ഞാൻ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും എനിക്ക് ഓൺലൈനിൽ ഒരു കോളിൽ വരാൻ പറ്റും. വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ഫ്രണ്ട് എൻഡോ ബാക്ക് എൻഡോ ഒക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് അറിയുന്ന ടെക്നോളജി ഏതെങ്കിലും ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും.
അതേ സെയിം ടൈം വേറെ ഏതെങ്കിലും ഇപ്പൊ എനിക്ക് അറിയാത്ത ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ടെക്നോളജികളൊക്കെ അറിയാന്നുള്ള ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാരെങ്കിലും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ ചില സ്റ്റുഡൻസിന് ഹെൽപ്പ് വേണം എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒന്ന് ജോയിൻ ചെയ്ത് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സെഷൻ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമുക്കത് ചെയ്തു പോകാൻ പറ്റും. ക്ലിയർ അല്ലേ ആൽഫ്രഡ്? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ആൽഫ്രഡ് ഇവിടെ ഉണ്ടോ? പിന്നെ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മുഹമ്മദ് റബിൻ. സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ്, വെബിനാർ ഒക്കെ എടുത്ത് നിങ്ങളുടെയൊക്കെ താല്പര്യം എങ്ങനെയാണ് ഈ ഒരു സംഭവം റൺ ചെയ്യുന്നതിൽ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വരുന്ന റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയും ആഗ്രഹം പോലെ അത് പെട്ടെന്ന് തുടങ്ങാൻ ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഓൺലൈനിലാണോ ഫുൾ പ്രോഗ്രാം? മിഥുൻ, ഫുൾ പ്രോഗ്രാം ഓൺലൈനിലായിരിക്കത്തില്ല. ഓൺലൈനിലായിരിക്കാം നമ്മുടെ സെഷൻസും ക്ലാസ്സുകളും ടീം മീറ്റപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നവർക്ക് തമ്മിൽ ഒരുമിച്ച് കാണാം. ആൻഡ് ഈ ഫൈനൽ ഒരു 50 hours ഓഫ് കോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വെന്യൂവിൽ ഒരുമിച്ച് കൂടിയിട്ടായിരിക്കും ആക്ച്വൽ ഹാക്കത്തോൺ പ്രസന്റേഷന്റെ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ക്ലിയർ അല്ലേ? ഗൗരവ്, ഇനി ആരോട് ചോദിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ? മുഹമ്മദ് റഫീഖ്. മുഹമ്മദ് റഫീഖ് എന്തായിരുന്നു ചോദിക്കാനുള്ളത്? ചോദിക്കൂ. ഞാൻ ഓൾറെഡി ഞാൻ കോഡിങ് കരിയർ ആക്കണം എന്ന് ഉദ്ദേശിച്ച് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ് ടൈമായിരുന്നു. അപ്പൊ അത് പിന്നെ വേറെ ഫീൽഡിലേക്ക് ഇപ്പൊ ഞാൻ ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനറും വീഡിയോ എഡിറ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ഇപ്പൊ എനിക്കത് വീണ്ടും ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കോഴ്സുകൾ, ഓൺലൈനിലെ കുറച്ച് കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഒരു ടെക്നോളജിയാണ് പഠിച്ചിരുന്നത്. ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ചെറിയ ചെറിയ പ്രൊജക്ടുകളും കാര്യങ്ങളും ചെയ്ത് അത്യാവശ്യം ഒരു നോളജ് എനിക്ക് ഇപ്പോഴും ഒരു പ്രൊജക്ട് ഇപ്പോഴും ഒരു ഫുള്ളി കോൺഫിഡൻറ്റോട് കൂടി ഒരു പ്രൊജക്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്യാവശ്യം ടെക്നോളജികൾ പഠിച്ചു, ഫ്രണ്ട് ബാക്കും പഠിച്ചു. ഡാറ്റാബേസ് ഡിസൈൻ അടക്കം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ഇപ്പൊ ഇതിന് ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ. ഈ ലാസ്റ്റ് ചോദിച്ച ഞാനിപ്പോ ഒരു ജോബ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ എന്തായാലും പറ്റില്ല. കാരണം എന്റെ നമുക്ക് വേറെ കുറെ കാര്യം ഇപ്പോ ഫിനാൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് വരും. പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ഫ്രഷറൊന്നും നല്ല പെട്ടെന്ന് ചെയ്യുന്നത് പതിയെ സ്വന്തമായിട്ട് പ്രൊജക്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു നല്ലൊരു ഡെവലപ്പർ ആയ ശേഷം പിന്നെ ഒരു ജോബ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ജോബ് വർക്ക് ചെയ്യല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ളൊരു പ്ലാനാണ് ഉള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഒരു പ്രൊജക്ട് ഒരു ക്ലയന്റിൽ സംസാരിച്ചു. പക്ഷെ എനിക്കിപ്പോ അത് ഫുൾ ആയിട്ട് അവരോട് സംസാരിച്ചിട്ട് കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഇന്ന സമയത്ത് ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തു തരാൻ പറ്റുന്ന എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ കോഴ്സുകൾ പഠിച്ചു എന്നല്ലാതെ ഇതേപോലെ തന്നെ ഹാക്കത്തോണൊക്കെ കാണുമ്പോഴൊക്കെ പങ്കെടുക്കും. പക്ഷെ എന്നാൽ എനിക്കൊരു ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് എനിക്കൊരു പ്രൊജക്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഒരു എന്തെങ്കിലും ഒരു സംശയം ഞാൻ കുറെ അറ്റൻഡ് ചെയ്ത് ഇതായതുകൊണ്ടാണ് ചോദിക്കുന്നത്. റഫി, ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം റഫിക്ക് ഇത് ഉപയോഗം ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അവിടെ നമ്മള് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരെല്ലാരെയും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെ എങ്ങനെ റഫിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് റഫീഖ് ടൈംലി ആക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, സോ ഇതിനകത്ത് ഇപ്പോ റഫീഖ് കൂടുതൽ പഠിക്കുകയാണ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്, അതില് ഒരു കോൺഫിഡൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്, അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം റഫീഖിന് ഓൾറെഡി ഉള്ള തിരക്കുകൾ കാരണം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ട്രബിൾസ് വന്നു പോയി കഴിഞ്ഞാൽ
അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് സംഭവിക്കും? റഫീഖിന് ബാക്കിയുള്ളവരുടെ ഒപ്പം എത്താനായിട്ട് പറ്റാണ്ട് വരും. അപ്പോ ഇതൊരു ഡിപ്പെൻസ് ഓൺ യുവർ സിറ്റുവേഷൻ, അത് മാത്രം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു ജനറൽ പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാക്കത്തോൺ ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ ആ പബ്ലിക് എന്ന് നമ്മൾ പറയുമ്പോഴും എല്ലാവർക്കും വന്ന് കയറാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഇപ്പൊ ഒരുപാട് ആൾക്കാരെ നമ്മുടെ പഠിപ്പിക്കാനായിട്ട് പെട്ടെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് സാധ്യമാവണം എന്നില്ല. അപ്പോൾ സാധ്യമായത് എന്താണോ, അതായത് ചെറിയ കാര്യമാണെങ്കിലും അത് സാധ്യമായത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും 15 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ 10 പേരോ 15 പേരെയോ നമുക്ക് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ 100 പേരുണ്ട്, അതിൽ 5 പേരെ നമുക്ക് ശരിയായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, റഫീഖ് ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ നാളെ പറയാൻ പറ്റണം, മല്ലു പ്രോഗ്രാമേഴ്സിന്റെ ഒരു ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടായി, എനിക്ക് ഇപ്പോ ഇത്ര കോൺഫിഡൻസ് ഉണ്ടായി, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും ഈ പർട്ടിക്കുലർ മേഖലകളിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ എനിക്ക് അറിയാൻ പറ്റി, എന്റെ പ്രസന്റേഷൻ സ്കിൽസ് ഇംപ്രൂവ് ആയി, എനിക്ക് ധൈര്യമായിട്ട് ഒരാളിന്റെ മുഖത്തൊക്കെ പറയാം എനിക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് അറിയാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് അറിയാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ അറിയാമെന്ന് ഒരു 4 ആൾ കൂടുന്ന സ്ഥലത്ത് പറയാൻ പറ്റും. അപ്പൊ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആളിന് എടുക്കാൻ പറ്റണം. അതൊരു 2 monthsലൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് നമ്മളെ സംബന്ധിച്ച്. അത് 2 months ഒക്കെ വളരെയധികം എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിന്റെ ഒരു ഔട്ട്കം കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കോഴ്സുകൾ മിനിമം 3 months ആണ്, അല്ലെങ്കിൽ 6 months ടൈം ഫ്രെയിമിലാണ് അവർ കോഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്തിനാ അവർ 3 months 6 months ഒക്കെ കോഴ്സ് വെച്ചിരിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ അന്വേഷിക്കുക, എന്തിനായിരിക്കും. ഇപ്പോ അതേസമയം നമ്മൾ കോളേജിൽ പഠിക്കുന്നത് അങ്ങനെയല്ല. കോളേജിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 months നമ്മൾ 5-6 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ 5-6 സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് നമ്മൾ എക്സാം എഴുതേണ്ട സിറ്റുവേഷൻസ് ഇല്ലേ. അപ്പോൾ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ആക്ച്വലി എക്സ്പെർട്ടൈസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Working professionals participate in this program. Biju study. Biju, എനിക്കതിന് യെസ് എന്നും ആൻസർ ഉണ്ട്, നോ എന്നും ആൻസർ ഉണ്ട്. ഇത് വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്ലീസ് ബി ഓൺ മ്യൂട്ട്. ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുകയാണ്, അതിന് എൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമില് ബാക്കിയുള്ളവരെ മെന്റർ ചെയ്യാനായിട്ട് കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, റാദർ ദാൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോഡിങ്. മെന്റർ ചെയ്തുകൊണ്ട് തന്നെ അവരെ കോഡിങ്ങിനും ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൂടെ പഠിക്കാൻ പറ്റും. അത് ഈ പറയുന്ന ആക്ടിവിറ്റീസിനൊക്കെ ടൈം കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടീം ഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഒരു ടീമൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് യു വിൽ ബി എ ബേർഡൻ ഫോർ ദം, ആ ടീമിലെ ബാക്കിയുള്ള മെമ്പേഴ്സിന്. ബിക്കോസ് നിങ്ങളൊരു ഓൾറെഡി വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, ഒരു സീനിയർ ആണെന്നുള്ള രീതിയിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരാണ് നിങ്ങളുടെ ടീമിൽ കൂടുതൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരങ്ങനെ കൺസിഡർ ചെയ്യും. അവരങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈമിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്തേക്കാം. ആ സമയത്ത് നിങ്ങളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് ടീമുകളായിരിക്കും പിന്നെ റൺ ചെയ്ത് പോകുന്നത്. നമ്മളായിട്ട് ആ ടീമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലു പ്രോഗ്രാമേഴ്സിൽ ആരും ഒന്നും ഉണ്ടായിരിക്കത്തില്ല. മേ ബി നമ്മൾ ഒരു 1 in 2-3 days ഒക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ടീമിന്റെ ഒരു അപ്ഡേറ്റ് എടുക്കും, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു,
എന്തൊക്കെ പ്രോഗ്രസ് ആയി പോകുന്നുണ്ട്. ഇത് കളക്റ്റീവായിട്ട് ടീമിന്റെ എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളിന്റെ എഫേർട്ട് അല്ല എടുക്കുന്നത്. അസ്കർ, അതറിയില്ല, എത്ര ടീം ഉണ്ടാകും എന്നറിയില്ല, അതൊന്നും ഡിഫൈൻഡ് അല്ല. അതൊക്കെ നമുക്ക് ഇനി ഫർദർ നമ്മൾ ഒരു RSVP ആണ് എടുത്തത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു RSVP നമ്മൾ ഓപ്റ്റ് ചെയ്തതായിരുന്നു. അപ്പൊ അതില് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ റെസ്പോൺസ് വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വെബിനാറായിട്ട് പ്ലാൻ ചെയ്തത്. Mohammad Rafi, can I leave now? It depends on your own thoughts, Rafi. You can leave if you got enough information. പിന്നെ ഒരു ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകും? മാക്സിമം വന്നിട്ട് 4-5 പേരുള്ള ഒരു ടീം, ഈച്ച് ടീം 4-5 പേരുള്ള ടീമായിട്ട് തന്നെയായിരിക്കും ഫോം ചെയ്യുക. അല്ലാതെ 10-15 പേരൊക്കെ ഉള്ള ടീം എന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. രാഹുൽ RS, പിന്നെന്താ ജിതിൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്ലീസ് ആസ്ക്. ഞാൻ 4 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെവലപ്പറാണ്. സോ എന്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കത്തില്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഫ്രെയിം വർക്കിൽ ഒരു പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുതിയ ടെക്നോളജിയിലോട്ട് എനിക്ക് മാറേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ PHP തന്നെ സിംഫണി, ലാറാവെൽ, കോർഡിനേറ്റർ, അതുപോലെ തന്നെ Node.js, React.js ഇതിലെല്ലാത്തിനും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്റെ ടോട്ടൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ എനിക്ക് എല്ലാത്തിലും ഓരോ ഫ്രെയിം വർക്കിലും ഒരു പ്രോജക്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 പ്രോജക്റ്റ് എക്സ്പീരിയൻസേ ഉള്ളൂ. സോ ഇന്റർവ്യൂസ് പലതും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേ. അതിന് ഹാക്കത്തോൺ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. രാഹുൽ പിന്നീട് എന്റെ കോൺടാക്ട് നമ്പർ, ഗൗരവിനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് എന്റെ കോൺടാക്ട് നമ്പർ എടുത്തോളൂ, എന്നെ വിളിച്ചു, ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു കരിയർ സ്വിച്ചിലോട്ട് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോ ഇപ്പൊ PHP ആണ് മെയിൻ ഫോക്കസ്. കമ്പനി മാറാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ കരിയർ തന്നെ സ്വിച്ച് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? കരിയർ തന്നെ സ്വിച്ച് ചെയ്യാനാണ്. അപ്പൊ എന്താ ഡെവലപ്പർ അല്ലാതെ പിന്നെ എന്താ നോക്കുന്നത്? അല്ല, ഇത് ഡെവലപ്പർ തന്നെയാണ്. ഇപ്പൊ PHP ന്നും ഇപ്പൊ മേണിൽ നിന്ന് മാറി ഞാൻ ഗോലാങ്ങിലോട്ട് അല്ലെങ്കിൽ ഡെവോപ്സിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. യെസ്. അത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണ്ട. എന്നെ വിളിച്ചാൽ പേഴ്സണലി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഇത് സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞു തരാം എന്നുള്ളതേ ഉള്ളൂ. ഹെൽപ്പ് മീൻസ് ഐ കനോട്ട് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ, ബട്ട് ഐ ക്യാൻ ഗൈഡ് യു സം അനലിറ്റിക്സ് ബേസ്ഡ് ഓൺ ഹൗ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത് രാഹുൽ അല്ലേ ചോദിച്ചേ? ജിതിൻ എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, 2 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ വരുന്ന കമ്പനി അനുസരിച്ചായിരിക്കും ടെക് സ്റ്റാക്ക് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഒരു റഫ് ഐഡിയയിൽ ഏതായിരിക്കും പൊതുവെ? മോസ്റ്റ് പ്രോബബ്ലി എന്താ വെബ് ആൻഡ് മൊബൈലാണ്. ഇപ്പൊ നിയോണിക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, എന്റെ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ വെബ് ആൻഡ് മൊബൈലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ റിയാക്ട് JS, ആംഗുലാർ, സ്പ്രിംഗ് ബൂട്ട് ബാക്ക് എൻഡ്, പൈത്തൺ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സം അതർ കമ്പനീസ് എന്താണ് സ്പെസിഫിക്കലി വർക്ക് ഓൺ ദ Node.js, Express.js അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ പറയുന്ന പോലെ ഗോലാംഗിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം റിക്വയർമെന്റ്സ് എവിടെ നിന്നാണ് ആർക്കാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എൻക്വയർ ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞു. ചേട്ടാ, വേറെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് പ്യുവർലി ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഹാക്കത്തോൺ ആയിരിക്കും, അതായത് നോൺ ടെക് ആയിട്ടുള്ള ഫീൽഡിലും ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നോൺ ടെക്കിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാ ഉദ്ദേശിച്ചത്? അത് ഹാക്കത്തോൺ അത് ആപ്ലിക്കബിൾ ആണോ എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. ഈ കോർഡിനേഷൻ ആൻഡ് ഓൾ, IT കോർഡിനേഷൻ, മാനേജ്മെന്റ് കോർഡിനേഷൻ ഒന്നും വലുതായിട്ട് വരാനുള്ള ചാൻസസ് ഇല്ല ഇതിനെവിടെ. ബിക്കോസ്
മോസ്റ്റ്ലി വന്നിട്ട് ചിലപ്പോൾ ഒരു സെർവർ മാനേജ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്തു എന്നിരിക്കും. ബട്ട് ദാറ്റ്സ് ഓൾസോ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി എപ്പോഴും നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതായിരിക്കും മാക്സിമം ചെയ്യുന്നത്. അപ്പോ ഒരു ടെക് സ്റ്റാക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ടെക് സ്റ്റാക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡോണ ജേക്കബ്, ഡോണ എന്താ ചോദിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി മാറാൻ താല്പര്യമുണ്ട്, അതിന് ഇത് ഉപകരിക്കുമോ? ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഉപകരിക്കേണ്ടതാണ്. പിന്നെ സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ആവർത്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ക്ലിയർ? ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞോ? മുഹമ്മദ് റോഷൻ, ഇതിനും ഞാൻ കുറച്ചു നേരം മുന്നേ മറുപടി പറഞ്ഞിരുന്നു. വെൻ ദ പ്രോഗ്രാം ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്, അത് ഈ വെബിനാർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരുടെ ഒരു മീൻസ് ഒരു ഇൻവൈറ്റ് തരുന്നതായിരിക്കും. ആ ഇൻവൈറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ടു മെനി നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ഇന്റൻഷനും അവരുടെ എൻതൂസിയാസവും ജസ്റ്റ് ഒരു കോളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫർദർ അത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡേറ്റും ടൈമും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഒരു ബിഗിനർ എന്ന നിലയിൽ കരിയർ കണ്ടുപിടിക്കാൻ ഒരു സഹായകരം ആകുമോ ഈ പ്രോഗ്രാം? ഉത്തരം സെയിം തന്നെയാണ്. ഡിപ്പെൻസ് ഹൗ യു യൂട്ടിലൈസ് ദ പ്ലാറ്റ്ഫോം. എങ്ങനെയാണ് നിങ്ങളിത് സിറ്റുവേഷൻസും അവിടെ വരുന്ന ആൾക്കാരും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മീൻസ് നിങ്ങൾക്ക് എങ്ങനെ അത് സഹായകമാകും എന്നുള്ളത് ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. പിന്നെ എൻ്റെ ഉദ്ദേശം ചിലപ്പോ നല്ല ആറ്റിറ്റ്യൂഡുള്ള, നല്ല ടെക്നോളജി സ്കിൽസ് താല്പര്യമുള്ള, അല്ലെങ്കിൽ ടെക്നോളജി സ്കിൽസ് കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒന്നോ രണ്ടോ ആൾക്കാരെ ചിലപ്പോൾ എനിക്ക് ഹയർ ചെയ്യണം എന്നായിരിക്കും എൻ്റെ ആഗ്രഹം. അതായിരിക്കത്തില്ല ഗൗരവ് മല്ലു പ്രോഗ്രാമേഴ്സോട് ഗൗരവ് അല്ല മല്ലു പ്രോഗ്രാമേഴ്സിലെ ഗൗരവ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മല്ലു പ്രോഗ്രാമേഴ്സിന്റെ ഉദ്ദേശം മാക്സിമം ആൾക്കാർ രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കും, മാക്സിമം ആൾക്കാർക്ക് ജോബും പ്ലേസ്മെന്റും ഒക്കെ കിട്ടണം എന്നുള്ളതൊക്കെ ആയിരിക്കാം ഗൗരവ് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻ ആയിരിക്കും. ഇപ്പൊ നേരത്തെ ഒരാൾക്ക് അദ്ദേഹത്തിന് കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ കുറച്ച് നേരത്തെ ഡോണ പറഞ്ഞിരുന്ന കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ് ഹൗ യു യൂട്ടിലൈസ് ദ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. ഓക്കെ ആൽബിൻ, ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതി വരുന്നുണ്ട്. ഈ എഴുതി വരുന്ന ക്വസ്റ്റ്യൻസ് മുകളിലേക്ക് പോകുന്ന കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ സേതുനാഥ്, ഇപ്പോഴത്തേത് സ്കോപ്പ് അനുസരിച്ച് വിച്ച് വുഡ് ബി ബെറ്റർ ഫോർ ബിടെക് സ്റ്റുഡൻറ് ഉള്ളതാണ്, പൈത്തൺ ഓർ ആംഗിൾ? സേതുനാഥ്, അതിന് ഞാനൊരു ഉത്തരം പറയുന്നത് ശരിയല്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ കേപ്പബിലിറ്റി.
ഇഫ് യു ആർ സോ ഗുഡ് അറ്റ് പൈത്തൺ ആണ് നിങ്ങൾക്ക് നല്ലത്. ഇഫ് യു ആർ സോ ഗുഡ് അറ്റ് ആംഗുലർ ആണ് നിങ്ങൾക്ക് നല്ലത്. സോ രണ്ട് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്കോപ്പ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ എടുക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്താണ് നമ്പർ ഓഫ് പൈത്തൺ ജോബ് ഓപ്പണിങ്സ് ഇൻ ടെക്നോ പാർക്കോ ഇൻ ഇൻഫോ പാർക്കോ അടിച്ചു നോക്കുക. ഇൻ ആംഗുലാറും അടിച്ചു നോക്കുക. ഏതിനാണ് നമ്പർ ഓഫ് ഓപ്പണിങ്സ് കൂടുതൽ നിങ്ങൾക്ക് കാണുന്നത് അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ആ സമയത്ത് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് ഒക്കെ തന്നെ റീജിയൻ ടു റീജിയൻ, കൺട്രി ടു കൺട്രി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൺട്രി, സ്റ്റേറ്റ് ഒക്കെ ബേസ് ചെയ്ത് അത് മാറും. PHP ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് കേരളയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വലിയ MNC കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ വേർഡ് പ്രസ് അല്ല എന്നുണ്ടെങ്കിൽ വേർഡ് പ്രസ്, മൂഡിൽ അങ്ങനെ കുറച്ച് ടെക്നോളജീസ് ഉണ്ട്. അതല്ലെങ്കിൽ PHP അധികം യൂസ് ചെയ്യുന്നത് കുറവാണ്. കസ്റ്റം ഡെവലപ്മെന്റിന് മോസ്റ്റ്ലി വന്നിട്ട് .NETോ അല്ലെങ്കിൽ ജാവ, .NET, കോട്ട്ലിൻ, ഗോലാങ് ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ആംഗുലർ, റിയാക്ട്, വ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യും. ഇത് മാത്രമല്ല സ്വെൽറ്റ് കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്. ഓരോ റീജിയൻ അനുസരിച്ചൊക്കെ ഇതിനകത്ത് വലിയ ചേഞ്ചസ് ഉണ്ടാവും. സോ ഏത് പഠിക്കണം എന്നുള്ളത്, ഏത് സൈഡിലേക്കാണ് നമ്മുടെ സ്കിൽ സെറ്റ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. മുബാറക്, ഐ വാസ് ലേറ്റ്. ഓഫ്ലൈൻ ഇവന്റ് അല്ലേ, വെന്യൂ ഫിക്സ്ഡ് ആയോ? അത് ഓഫ്ലൈൻ ഇവന്റ് അല്ല, ഓൺലൈൻ ഇവന്റും അല്ല. ഓൺലൈനിൽ ആയിരിക്കും നമ്മൾ മറ്റു കാര്യങ്ങൾ, നമ്മൾ പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഓൺലൈനിലായിരിക്കും. എൻഡ് ഓഫ് ദ എന്താണ് ഹാക്കത്തോൺ പ്രോഗ്രാം, ആ ഹാക്കത്തോൺ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 2 ദിവസം തന്നെയായിരിക്കും ഉണ്ടാവുക. ആ 2 ദിവസത്തില് നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കും. വെന്യൂ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ട്രിവാൻഡ്രം ഓർ കൊച്ചിൻ ഏതെങ്കിലും പ്ലേസിലായിരിക്കും നമ്മൾ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻസിനെ ഫിൽറ്റർ ചെയ്യുന്നത് എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്താണ്? തസ്നി അബ്ബാസ്. അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും ഇല്ല. അവര് ഈ ഒരു പ്രോഗ്രാമിന് സ്യൂട്ടബിൾ ആകുമോ, അവര് പഠിക്കാൻ അവർക്ക് സമയം കണ്ടെത്താൻ പറ്റുമോ, അവർ ശരിക്കും പഠിക്കുമോ, അവരെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നോക്കുക. പിന്നെ അത്യാവശ്യം അൽഗോരിതംസും ലോജിക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും. ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് അവരെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രീരാഗ്, ഹൗ ക്യാൻ ഐ ജോയിൻ ദ ഹാക്കത്തോൺ? അത് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക, അതിനകത്ത് നിന്ന് ജോയിൻ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൽബിൻ, ഓക്കെ, മനസ്സിലായി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അസ്കർ, ഫ്രഷേഴ്സിന് കൂടുതൽ ഓപ്പണിങ്സ് ഉള്ള സ്റ്റാക്ക് അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഫ്രഷേഴ്സിന് ഓപ്പണിംഗ് കൂടുതലുള്ള സ്റ്റാക്ക് ഉണ്ടോ? ഫ്രഷേഴ്സിന് ബേസിക്കലി സ്റ്റാക്കായിട്ട് കോൾ ചെയ്യുന്നത് മിക്കവാറും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാക്ക് ഒക്കെ ചൂസ് ചെയ്യുന്നത്. അതർ വേ അറൌണ്ട് കോമൺ സെൻസ്, ലോജിക്, അനലിറ്റിക്കൽ സ്കിൽസ്, റീസണിങ് സ്കിൽസ്, ഡിസൈൻ സ്കിൽസ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, കമ്മ്യൂണിക്കേഷൻ, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നത്. ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഒരു ഹാക്കത്തോണിന്റെ ഉദ്ദേശം ആർക്കും ഹയറിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം നമ്മൾ എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റ് പഠിക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഇനിയും ഫർദർ ഏത് സാധനം വന്നു കഴിഞ്ഞാലും നമുക്ക് പഠിച്ചത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഡിഗ്രി മസ്റ്റ് ആണോ? ഡിഗ്രി മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല.
ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും അവസാനമായിട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു എവ്രി വൺ. നിങ്ങളെ എല്ലാരെയും ഈവനിങ്ങിൽ സംസാരിക്കാൻ പറ്റിയത് റോഷനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്ന് പറയാൻ വന്നതായിരുന്നു. അപ്പോഴേ ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചത്. പ്രോഗ്രാം ഡ്യൂറേഷൻ ബിഫോർ ഹാക്കത്തോൺ. അത് മൊത്തം പ്രോഗ്രാം ആ ഹാക്കത്തോണിന്റെ പാർട്ടായിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകളിൽ കൂടെ നമ്മളത് പഠിക്കുക എന്നുള്ളതാണ്. പ്ലീസ് ഡോണ്ട് കോൾ മീ സാർ. ഓക്കെ. ആൻഡ് ഹാക്കത്തോണിന്റെ ഫൈനൽ 2 days ആയിരിക്കും ഉണ്ടാവുക. ഡ്യൂറേഷൻ ടോട്ടൽ 2 months. തസ്നി നമുക്കൊരു ഐഡിയ തരുവാണ്. ഒരു ടെസ്റ്റോ കണ്ടക്ട് ചെയ്ത് സെലക്ട് ചെയ്യാം എന്നുള്ളത്. നമുക്കൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം തസ്നി. ഇതുവരെ അങ്ങനെ പ്ലാൻ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഹലോ തസ്നി, ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഞാൻ പൊയ്ക്കോട്ടെ. താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇല്ല, അങ്ങനെയില്ല. ഈ എക്സ്ക്ലൂസീവ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ആക്ച്വലി പറഞ്ഞിട്ടില്ല. സോ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ അവർക്കിത് കറക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് ബാക്കിയുള്ളവരോടൊപ്പം ജോയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മുബാറക് മയ്യേരി. ഓക്കെ, റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കില്ലല്ലോ? ഓക്കെ, ഫൈനൽ. താങ്ക് യു. താങ്ക് യു. പിന്നെ അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല. അപ്ഡേറ്റ്സ് വഴിയെ അറിയിക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും കൂടെ എല്ലാം ഇൻഫോം ചെയ്യാം. താങ്ക് യു വരണേട്ടാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay. Thank you all for attending this webinar.